ഉയർന്ന ചിന്തയും ലളിതമായ ജീവിതവും കാത്തു സൂക്ഷിക്കുന്ന ആ കലാകാരനെ ഞാൻ നിങ്ങളുടെ കരഘോഷങ്ങളോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അശ്വമേധത്തിൻ്റെ 1/4 നൂറ്റാണ്ട് പിന്നിടുന്ന ഈ രാത്രിയിൽ ബിജി ഞങ്ങളുടെ അതിഥിയായി എത്തിയതിന് ഒരുപാട് സന്തോഷം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2-3 ദിവസങ്ങൾ ചെറിയ ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും യാത്ര ചെയ്ത് ഞങ്ങളോടൊപ്പം ചേർന്നു. അശ്വമേധത്തിനോടൊപ്പം തന്നെ വിജയിൽ നിന്ന് ഒരു സമ്മാനവും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം അശ്വമേധം കളിക്കാം. ഇന്ത്യൻ അല്ല, പുരുഷൻ അല്ല, ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. ഇല്ല എന്നാണോ പറഞ്ഞത്? ഇല്ല ഇല്ല. 2000-ന് ശേഷം മരണം? അതെ. രാഷ്ട്രീയം, കലാ, സാഹിത്യം? അതെ. രാഷ്ട്രീയം അല്ല. സാഹിത്യം അല്ല. പെർഫോമിംഗ് ആർട്ട്? യെസ്. മ്യൂസിക്? അതെ. ഏഷ്യൻ? അല്ല. 10 ചോദ്യങ്ങൾ യജ്ഞം. യൂറോപ്യൻ? അല്ല. അമേരിക്കൻ കോണ്ടിനെന്റ്സ്? അല്ല. ആഫ്രിക്കൻ? യെസ്. 2000-ന് ശേഷം മരിച്ച ഒരു ആഫ്രിക്കൻ സിംഗർ. സൗത്ത് ആഫ്രിക്ക, കെനിയ, ഘാന, ഈജിപ്റ്റ്? അല്ല. ആഫ്രിക്കയുടെ നോർത്താണോ? അങ്ങനെ എനിക്ക് നിശ്ചയമില്ല. നോർത്ത് ആഫ്രിക്കയാണോ? നോ. വെസ്റ്റ് ആഫ്രിക്ക? യെസ്. നമീബിയ? അല്ല. 16 ചോദ്യങ്ങൾ. രാജസൂയം? വെറുമൊരു ആഫ്രിക്കൻ സിംഗർ ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ വിചാരിക്കാൻ സാധ്യതയില്ലല്ലോ. വെറുമൊരു സിംഗർ ആയിരുന്നെങ്കിൽ. വെറും സിംഗർ അല്ല. കണ്ടംപററി റിലവൻസ് വല്ലതും ഉണ്ടോ? സോറി, കണ്ടംപററി റിലവൻസ് ഈ കാലത്ത് അവര് പ്രത്യേകമായി പരാമർശിക്കപ്പെടുകയോ? കണ്ടംപററി റിലവൻസ് ഉണ്ട്. അങ്ങനെയാണ് ഞാൻ തപ്പിയെടുത്തത് സത്യം പറഞ്ഞ. ആഫ്രിക്കയുടെ എക്സ്ട്രീം വെസ്റ്റ് ആണോ? എക്സ്ട്രീം വെസ്റ്റ് എന്ന് പറയുന്നത് കടലാണ്, ഐലൻഡാണ്. പടിഞ്ഞാറേ അതിർത്തിയിൽ ആഫ്രിക്കയിൽ ഐലൻഡ്സ് ആണുള്ളത്, ദ്വീപുകളാണ്. യെസ്, അതെ അതെ, ആണ്. എക്സ്ട്രീം വെസ്റ്റ് ദ്വീപാണ് അവര്. ഓക്കെ, ഒരു വിപ്ലവകാരി എന്ന് വിശേഷിപ്പിക്കാമോ? സ്വന്തം ജീവിതം കൊണ്ട് വിപ്ലവം സൃഷ്ടിച്ച ഒരു ജനതയെ മുഴുവൻ പുതിയ ബോധ്യങ്ങളിലേക്കും സ്വയം ആത്മസ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനത്തിലേക്കും നയിച്ച ഒരു പോരാളിയാണവർ എന്ന് പറയാമോ? ഒരർത്ഥത്തിൽ പോരാളിയാണ്. കാരണം അങ്ങനെ ഒരു രാജ്യത്ത് നിന്ന് അങ്ങനെ ഒരു സിംഗർ വരിക എന്ന് പറയുന്നത്. അതിനുപരി ഞാൻ ചോദിച്ചത് അവരുടെ ബാല്യം പട്ടിണിയുടെയും അനാഥത്വത്തിന്റെയും കൊടിയ ദാരിദ്ര്യത്തിന്റെയും ജീവിതം തന്നെ വഴിതെറ്റിപ്പോകുന്ന അത്ര കണ്ട ദുരിത സാഹചര്യങ്ങളിൽ നിന്ന് അവരുടെ സംഗീതത്തോടൊപ്പം തന്നെ അവർക്ക് ചടുലമായ താളങ്ങളും ചലനങ്ങളും കൊണ്ട് അവരൊരു നാടിനെയും ജനതയെയും മുഴുവൻ ഉത്തേജിപ്പിച്ച ഒരാളാണോ? ഗ്രാമി അവാർഡ് കിട്ടിയിട്ടുണ്ടോ? യെസ്. ശരി, പോട്ടെ. അവർക്ക് അവരുടെ നാട് ഈ ഇരിക്കുന്നവരിൽ ഭൂരിഭാഗം പേർക്കും വളരെ പ്രിയപ്പെട്ടതാണോ ഇപ്പോൾ? ഇപ്പോൾ പ്രിയപ്പെട്ടതാവാൻ സാധ്യതയുണ്ട്. അവരുടെ രാജ്യത്തിന്റെ തലസ്ഥാനം പ്രായിയാണോ? ഏതാണ്ടതാണ്. ആണ്. അവസാന നിമിഷം വരെ ലയണൽ മെസ്സിയെയും 10 അംഗ പോരാളി പടയെയും ഇങ്ങനെ വിരൽ തുമ്പിൽ വിറപ്പിച്ചോ അവർ? വിറപ്പിച്ചു സർ. രാജ്യം ഏതാണ്? ഓഡിയൻസ്, രാജ്യം ഏതാണ്? ഉറക്കെ പറയൂ.
കേപ്പ് വെർദെ ആണോ? അതൊരു ആഫ്രിക്കൻ സിംഗർ അല്ല, അത് മനുഷ്യരാശിയുടെ വിപ്ലവത്തിന്റെ സിംഗറാണ്. ഞാനും വായിച്ചു, പക്ഷെ ഈ ഓർമ്മ പഴയതുപോലെ ഇല്ല. നമ്മളൊക്കെ വായിച്ചു. അർജന്റീനയുമായുള്ള കേപ്പ് വെർദെയുടെ യുദ്ധത്തിൽ ആ ഗാലറിയിലെ ജനങ്ങൾ, കേപ്പ് വെർദെ ആരാധകർ മുഴുവൻ തുള്ളി ചെയ്ത ഒരു നൃത്തമുണ്ട്. ആ നൃത്തത്തിന്റെ പേര് മോർന സംഗീതം എന്നാണ്, മോർന മ്യൂസിക്. അതെ, ഷി വാസ് കോൾഡ് ദ ക്യൂൻ ഓഫ് മോർന മ്യൂസിക്, അല്ലേ? മോർണയുടെ റാണി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ത്രീ. പ്രായിയ എന്ന നഗരത്തിനടുത്ത് ഉള്ള ഒരു തെരുവിൽ ജീവിക്കേണ്ടി വന്ന, ജനിച്ച് പട്ടിണിയിൽ, കൊടിയ ദാരിദ്ര്യത്തിൽ, പീഡനങ്ങളിൽ, വഴിവിട്ടു പോകുന്ന ജീവിതാവസ്ഥകളിലൊക്കെ സഞ്ചരിക്കേണ്ടി വന്ന ഒരു സ്ത്രീ. അവർ ആവിഷ്കരിച്ച്, അവർ നേതൃത്വം കൊടുത്ത കേപ്പ് വെർദെയുടെ തനത് സംഗീതമായി മാറിയ മോർന സംഗീതത്തിനോടൊപ്പം മോർന നൃത്തവും രൂപവൽക്കരിച്ച് നൃത്തച്ചുവടുകളും സംഗീതം കൊണ്ട് ആ നാടിനെ മുഴുവൻ ഓരോ നിമിഷവും ഉത്തേജിപ്പിച്ചു. പണ്ട് തടവുകാരെ, ശിക്ഷകൾ ഏറ്റവും വലിയ ശിക്ഷയായി അയച്ചിട്ടിരുന്ന സ്ഥലമാണ് ഈ കേപ്പ് വെർദെ. ആഫ്രിക്കയിൽ വളരെ ക്രൂരമായി മനുഷ്യരെ പീഡിപ്പിക്കാൻ ഇട്ടിരുന്ന സ്ഥലമായിരുന്ന കേപ്പ് വെർദെ എന്ന ചെറു രാജ്യം ലോകത്തിൻ്റെ നെറുകയിൽ ഫുട്ബോൾ ലോകകപ്പിൽ വരെ വെന്നിക്കൂറ പാറിക്കുന്ന രീതിയിൽ നമ്മുടെ എല്ലാം ആവേശമായി മാറിയെങ്കിൽ ആ നാടിന് ആവേശം പകർന്ന ഈ ക്യൂൻ ഓഫ് മോർണയാണ്, മോർണയുടെ റാണി. ചില പേരുകൾ നമ്മൾ ഓർമ്മിക്കുന്നത് കണക്റ്റഡ് മെമ്മറിയിലാണ്, മറ്റൊന്നുമായി ചേർത്ത് വെച്ചിട്ട്. യൂട്യൂബ് ബ്രൂട്ടസ് എന്ന അവസാനമായി പറഞ്ഞു മരിച്ചു വീണത് ചരിത്രത്തിലെ വലിയ നേതാക്കളിൽ ഒരാളായിരുന്ന ജൂലിയസ് സീസറാണ്. ഒരു സ്ത്രീ അമ്മയാകുന്ന ഏറ്റവും മൂർത്തമായ സങ്കല്പങ്ങളിലൊന്നിൽ പലപ്പോഴും സ്വാഭാവികമായ പ്രസവം നടക്കാതെ വരുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് സിസേറിയൻ സർജറിയിലേക്കും ആണ്. ചില പേരുകൾ അങ്ങനെയൊക്കെ വേണം നമുക്ക് ഓർമ്മിക്കാൻ. പണ്ട് സ്റ്റെഫി ഗ്രാഫിൻ്റെ ആരാധകൻ ആയതുകൊണ്ട് മോണിക്ക സെലസ്റ്റിൻ്റെ പിറകിൽ കടാര കൊണ്ട് കുത്തിയ ഒരാളിനെ കുറിച്ച് സ്കൂളിൽ പഠിക്കുമ്പോൾ ഗുന്തർ പാഷ് എന്ന അയാൾ പേര് ഓർമ്മിച്ചത് ജർമ്മൻ എഴുത്തുകാരനായ ഗുന്തർ ഗ്രാസിൻ്റെ പേരുമായി കണക്ട് ചെയ്താണ്. ഈ പേര് വായിച്ച പത്രത്തിൽ ഈ കഴിഞ്ഞ ആഴ്ചയിലാണ്. അതിനു മുമ്പ് നമുക്കറിയില്ല തന്നെ, ആർക്കും അങ്ങനെ അറിയില്ല. വായിച്ചവരുടെ ജീവിതം വായിച്ചപ്പോൾ അവരുടെ പേര് ഓർമ്മിക്കാൻ എൻ്റെ മനസ്സിൽ ജൂലിയസ് സീസറാണ് കടന്നു വന്നത്. സീസർ എന്ന വാക്കാണ് കടന്നു വന്നത്. മോർണ സംഗീതത്തിൻ്റെ റാണി, അല്ലേ? സിസാറിയ ഇവോറ ആണോ സർ? അത് ഗംഭീരം. മലയാളി മനസ്സിന്റെ ദൃശ്യോത്സവം.